നമുക്കെല്ലാവർക്കും ഓരോ മേൽവിലാസങ്ങളുണ്ട്. നമ്മുടെ പേര്, നമ്മുടെ വീട്ടുപേര്, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ പേര്, ജില്ലയുടെ പേര്, സംസ്ഥാനത്തിൻ്റെ പേര് എന്നിങ്ങനെ ആ മേൽവിലാസത്തിൽ നിരവധി വരികളുണ്ടാകും. അതിൽ നമ്മുടെ പേര് നമ്മുടേത് മാത്രമാണ്. എന്നാൽ മേൽവിലാസത്തിലെ അടുത്ത വരിയായ വീട്ടുപേര് നമ്മൾ മാത്രമല്ല, വേറെ കുറച്ച് പേർ കൂടി അത് പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളായ അച്ഛനമ്മമാർ, മക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെ പലരും ആ വീട്ടുപേര് പങ്കിടുന്നു. നമ്മുടെ പ്രദേശത്തിൻ്റെ പേരോ നമ്മൾ ജീവിക്കുന്ന തെരുവിൻ്റെ പേരോ ഒക്കെ നമ്മുടെ അയൽക്കാരായ കുറച്ചുകൂടി പേർ പങ്കുവെക്കുന്നുണ്ടാകും. ഇങ്ങനെ നോക്കിയാൽ മേൽവിലാസത്തിലെ ഓരോ അടുത്ത വരി കൂടുതൽ ആളുകൾ ചേർന്ന് പങ്കിടുന്ന ഒന്നാണ് എന്ന് കാണാം. നമ്മുടെ ജില്ലയുടെ പേര് ഏതാനും ലക്ഷം മനുഷ്യർ പങ്കുവെക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ പേര് 3.5 കോടിയോളം മനുഷ്യരാണ് പങ്കിടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പേരിലേക്ക് വരുമ്പോൾ അത് 100 കണക്കിന് കോടി മനുഷ്യർ എന്ന വലിയ സംഖ്യയിലേക്ക് മാറും. ഇവിടുത്തെ നമ്മുടെ ചോദ്യം, നമ്മുടെ മേൽവിലാസത്തിലെ ഈ വരികളെ നമുക്ക് എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലോകത്തെ എല്ലാ മനുഷ്യരും ചേർന്ന് പങ്കുവെക്കുന്ന ഒരു വരി നമ്മുടെ മേൽവിലാസത്തിൽ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പേര് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏഷ്യ എന്ന വൻകരയുടെ പേര് നമുക്ക് പറയാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരു പടി കൂടി മുന്നിലോട്ട് പോയാൽ നമ്മൾ ചെന്നെത്തുക ഒരു വലിയ ഗോളത്തിലാണ്. ഏതാണ്ട് 14,000 കിലോമീറ്റർ വ്യാസമുള്ള ആ ഗോളത്തിൻ്റെ പേര് ഭൂമി എന്നാകുന്നു. എല്ലാ മനുഷ്യരും ചേർന്ന് പങ്കുവെക്കുന്ന മേൽവിലാസത്തിലെ ആ വരിയാണ് ഭൂമി. വസുധൈവ കുടുംബകം എന്ന കവിവചനം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിന്ന് ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ളതായി അറിയാവുന്ന ഏക ഗോളം ഭൂമിയാണ്. മറ്റെങ്ങും ജീവനില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, പക്ഷേ നമുക്കറിയില്ല. എന്നാൽ മനുഷ്യർ മാത്രമാണോ ഭൂമിയെ കുടുംബമെന്ന് വിശേഷിപ്പിക്കാൻ പോകുന്നവരായിട്ടുള്ളത്? ദശലക്ഷക്കണക്കിന്, കോടാനുകോടിക്കണക്കിന് ജീവിവർഗങ്ങളോടൊപ്പമാണ് നമ്മൾ ഭൂമി പങ്കിടുന്നത്. അതിൽ ഒരു കോശം മാത്രമുള്ള കോടാനുകോടി സൂക്ഷ്മ ജീവികളിൽ തുടങ്ങി ചെറുതും വലുതുമായി നിരവധി ജീവിവർഗങ്ങളിലൂടെ നീലത്തിമിംഗലത്തോളം വലിയ അതിഭീമാകാരന്മാരായ ജീവിവർഗങ്ങൾ വരെ ഈ ഭൂമി എന്ന ഗോളത്തെ സ്വന്തം വീടെന്ന പോലെ പങ്കിടുന്നു. പലപ്പോഴും മനുഷ്യർക്ക് ഈ ഭൂമിയിലെ സവിശേഷ ഒരു ജീവിവർഗമാണ് തങ്ങൾ എന്നൊരു ധാരണയുണ്ട്. ചില കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അത് ശരിയാണ് താനും. എന്നാൽ ഭൂമി എന്ന ഗോളത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്തെങ്കിലും രീതിയിൽ സ്പെഷ്യൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിവർഗമാണോ? മനുഷ്യർക്ക് അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടായേക്കാമെങ്കിൽ പോലും അങ്ങനെ കരുതാൻ തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ഭൂമി എന്ന ഈ ഗോളത്തിൻ്റെ ഉപരിതലത്തിൻ്റെ 4/3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു കരജീവിയാണ്. വെള്ളത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിൻ്റെ 4/3 ഭാഗവും ഒറ്റയടിക്ക് നമുക്ക് വാസയോഗ്യമല്ലാത്തതാണ് എന്ന് കാണാം. ഇനി കരപ്രദേശം തന്നെ എടുത്താലോ? കരയിലും എല്ലാ ഭാഗങ്ങളും മനുഷ്യന് വാസയോഗ്യമൊന്നുമല്ല. പലയിടങ്ങളിലും അതീവ ഗുരുതരമായ പരിസ്ഥിതി സാഹചര്യങ്ങൾ നിലനിൽപ്പുണ്ട്. മരുഭൂമികളോ ധ്രുവപ്രദേശങ്ങളോ ചെങ്കുത്തായ മലമ്പ്രദേശങ്ങളോ പോലുള്ള സാഹചര്യങ്ങൾ മനുഷ്യന് വാസയോഗ്യമല്ല. ചിലയിടങ്ങളിൽ മനുഷ്യന് അത്യാവശ്യമായ വിഭവങ്ങൾ, അതായത് ശുദ്ധജലം, ഫലഭൂയിഷ്ടമായ മണ്ണ്, ധാതുക്കൾ, ഇങ്ങനെ പലതും തീരെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മാനവിക സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഈ പ്രദേശങ്ങളൊന്നും തന്നെ യോജിച്ചതല്ല. മറ്റു ചില പ്രദേശങ്ങളിലാകട്ടെ കാലാവസ്ഥ തീരെ അനുകൂലമല്ല. അതായത് അത്യധികം ഉയർന്ന ചൂടോ തീരെ താഴ്ന്ന അതിശീതാവസ്ഥയോ അതികഠിനമായ മഴയോ എന്നിങ്ങനെ കാലാവസ്ഥാപരമായും പലയിടങ്ങളിലും മനുഷ്യന് അതിജീവനം അസാധ്യമാണ്.
അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കരഭാഗത്തും ഏതാണ്ട് 30% മനുഷ്യന് വാസയോഗ്യമെന്ന് പറയാൻ കഴിയും. ഭൂമിയുടെ മൊത്തം ഉപരിതല വിസ്തീർണം പരിഗണിച്ചാൽ ഇത് ഏതാണ്ട് 1% വരും. മനുഷ്യനു വേണ്ടി മാത്രമുള്ള, മനുഷ്യൻ സവിശേഷ സ്ഥാനം കൈയടക്കി വച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഭൂമി എങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽവിലാസത്തിലെ ഭൂമി എന്ന വരി നമ്മൾ മാത്രമല്ല പങ്കുവെക്കുന്നത് എന്ന് മാത്രമല്ല, നമ്മുടേത് എന്ന് മാത്രമായി വിശേഷിപ്പിക്കാവുന്നതൊന്നല്ല ഭൂമി എന്ന ഈ ഗ്രഹം. മേൽവിലാസത്തിലെ വരികളെ കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഈ ഭൂമി എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഗോളമാണ്. പക്ഷേ അത് സൂര്യൻ എന്ന ഒരു നക്ഷത്രത്തിന് ചുറ്റും പോകുന്ന അനേകം ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ്. സൂര്യന് ചുറ്റും മൊത്തം 8 ഗ്രഹങ്ങൾ പോകുന്നുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ആ ഗ്രഹങ്ങൾ. അവയിൽ തന്നെ ഭൂമി എന്ന് പറയുന്നത് കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ 10 മാത്രം വലിപ്പമുള്ളതാണ്. അഥവാ സൂര്യന് ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ വളരെ ചെറിയ ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങൾക്ക് പുറമെ മറ്റൊരുപാട് വസ്തുക്കൾ സൂര്യൻ എന്ന നക്ഷത്രത്തെ ചുറ്റുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഛിന്നഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങൾ, ഉൽക്കകൾ എന്നിങ്ങനെ പല വസ്തുക്കളും സൂര്യന് ചുറ്റും അതിൻ്റെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി കറങ്ങുന്നുണ്ട്. പലപ്പോഴും സൗരയൂഥം എന്ന കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൂര്യൻ എന്ന നക്ഷത്രത്തെയും 8 ഗ്രഹങ്ങളെയും കുറിച്ച് മാത്രമേ നമ്മൾ പറയാറുള്ളൂ എങ്കിലും മറ്റൊരുപാട് വസ്തുക്കൾ ചേർന്നതാണ് സൗരയൂഥം എന്നർത്ഥം. സൗരയൂഥത്തെ പൊതിഞ്ഞുകൊണ്ട് ഗോളാകാരമായി ദശലക്ഷക്കണക്കിന് വരുന്ന ചെറിയ വസ്തുക്കളുടെ ഒരു മേഘപടലം ഉണ്ട്. ഊർട്ട് മേഘങ്ങൾ എന്നാണ് അവയെ വിളിക്കുന്നത്. സൗരയൂഥം എന്ന ഗ്രഹ സംവിധാനം രൂപം കൊണ്ടതിൻ്റെ അവശേഷിപ്പായിട്ടാണ് ഊർട്ട് മേഘങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സൂര്യനിൽ നിന്നും ഏതാണ്ട് 1 പ്രകാശവർഷത്തോളം ദൂരെയാണ് നമ്മെ പൊതിഞ്ഞിരിക്കുന്നത്. പ്രകാശവർഷം കേൾക്കുമ്പോൾ ഒരു സമയം പോലെ തോന്നുമെങ്കിലും സത്യത്തിൽ അത് ദൂരത്തിൻ്റെ ഒരു യൂണിറ്റാണ്. ജ്യോതിശാസ്ത്രത്തിലെ പല ദൂരങ്ങളും മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന ദൂര യൂണിറ്റുകൾ ഉപയോഗിച്ച് പറയാൻ അസൗകര്യം നേരിടാവുന്ന വിധം വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജ്യോതിശാസ്ത്ര ദൂര യൂണിറ്റാണ് പ്രകാശവർഷം. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നത്ര വേഗമുള്ളതാണ് പ്രകാശം. ആ വേഗത്തിൽ പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിച്ചെത്താവുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ സൗരയൂഥം എന്ന മേൽവിലാസത്തിലെ അടുത്ത വരി എത്രത്തോളം വലിപ്പമുള്ളതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. മേൽവിലാസത്തെ ഇവിടെ അവസാനിപ്പിക്കാമോ? ഇല്ല. സൗരയൂഥത്തിന്റെ കേന്ദ്രമായ സൂര്യൻ എന്ന നക്ഷത്രം മറ്റൊരു വലിയ നക്ഷത്ര സമൂഹത്തിലെ ഒരു ശരാശരി നക്ഷത്രം മാത്രമാണ്. ആ നക്ഷത്ര സമൂഹത്തിന്റെ പേര് ക്ഷീരപഥം എന്നാണ്, മിൽക്കി വേ. ജ്യോതിശാസ്ത്രത്തിന്റെ ഭാഷയിൽ അത് ഒരു ഗാലക്സിയാണ്. ഗുരുത്വാകർഷണം മൂലം പരസ്പരം ബന്ധിതമായി നിൽക്കുന്ന ഡിസ്ക് രൂപത്തിലുള്ള അതിഭീമൻ നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ. അതിൽ സൂര്യൻ അംഗമായിരിക്കുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. അതൊരു ഭീമൻ വസ്തുവാണ്. അതിന് ഒരു ഡിസ്ക് രൂപമാണുള്ളത് എന്ന് പറഞ്ഞു. കേന്ദ്രഭാഗത്ത് നക്ഷത്രങ്ങൾ വല്ലാതെ സാന്ദ്രമായി കാണപ്പെടുകയും വക്കുകളിലേക്ക് പോകുന്തോറും നക്ഷത്രത്തിന്റെ സാന്ദ്രത കുറഞ്ഞു വരികയും ചെയ്യുന്ന കേന്ദ്രഭാഗം വീങ്ങിയ ഒരു ഡിസ്ക് രൂപമാണ് നമ്മുടെ ക്ഷീരപഥ ഗാലക്സിക്ക് ഉള്ളത്. അതിൻ്റെ വലിപ്പം ചോദിച്ചാൽ അതിൻ്റെ ആ ഡയമീറ്റർ അഥവാ വ്യാസം 1,00,000 പ്രകാശവർഷം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ക്ഷീരപഥത്തിൻ്റെ ഒരു വക്കിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം അതിൻ്റെ കേന്ദ്രത്തിലൂടെ മറുവശത്തെ വക്കിലെത്തുമ്പോഴേക്കും 1,00,000 വർഷം കഴിഞ്ഞിരിക്കും. രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യ ചരിത്രത്തിൻ്റെ 20 മടങ്ങിലധികം വരും
ഈ സമയം. അതിൻ്റെ കനം പറയുകയാണെങ്കിൽ കേന്ദ്രഭാഗത്ത് നക്ഷത്രങ്ങളുടെ സാന്ദ്രത വല്ലാതെ കൂടിയ പ്രദേശത്ത് 10,000 പ്രകാശവർഷങ്ങളോളം അത് വരും. വക്കുകളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ 500 പ്രകാശവർഷത്തോളമൊക്കെ അത് ചെറുതായേക്കാം. നമ്മുടെ മേൽവിലാസത്തിലെ മിൽക്കി വേ എന്ന വരി കഴിഞ്ഞാൽ അടുത്തത് ഒരു ഗാലക്സി കൂട്ടമാണ്. ഗാലക്സികൾ തമ്മിലുമുണ്ട് ഗുരുത്വാകർഷണം. അങ്ങനെയുള്ള ഗുരുത്വാകർഷണം വഴി ഏതാണ്ട് 85 ഗാലക്സികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഗാലക്സി കൂട്ടത്തിലാണ് നമ്മുടെ മിൽക്കി വേ ഉള്ളത്. അതിനെ ജ്യോതിശാസ്ത്രജ്ഞർ ലോക്കൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കാറുള്ളത്. ഇതിൻ്റെ വിസ്താരം ഏതാണ്ട് 1 കോടി പ്രകാശവർഷം വരും. ഗാലക്സി കൂട്ടങ്ങളിൽ മേൽവിലാസത്തിൻ്റെ നമ്മുടെ വരികൾ അവസാനിക്കുന്നില്ല. ഇനിയും അതിന് നീട്ടാൻ കഴിയും. അവിടെ നമ്മൾ ചെന്നെത്തുന്നത് മനുഷ്യൻ ഒരു പേരിട്ട് വിളിക്കാൻ കഴിയുന്ന വിധം തിരിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു വസ്തുവിലേക്കാണ്. അതിനെ ഒരു സൂപ്പർ ക്ലസ്റ്റർ എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. നമ്മുടെ മിൽക്കി വേ അംഗമായിരിക്കുന്ന ലോക്കൽ ഗ്രൂപ്പ് എന്ന ഗാലക്സി കൂട്ടം ലാനിയേക്കിയെ എന്ന ഒരു സൂപ്പർ ക്ലസ്റ്ററിലാണ് ഉള്ളത്. ലാനിയേക്കിയെ ഒരു ഹവായിയൻ പദമാണ്. അതിൻ്റെ അർത്ഥം അളന്നു തിട്ടപ്പെടുത്താനാകാത്ത വിധം വലിയ സ്വർഗം എന്നാണ്. 100,000-ഓളം ഗാലക്സികൾ ഈ സൂപ്പർ ക്ലസ്റ്ററിൽ ഉണ്ട്. അതിൻ്റെ വലിപ്പം ഏതാണ്ട് 50 കോടി പ്രകാശവർഷങ്ങളോളം വരും. ഗാലക്സികൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം കാരണം ഇത്രയധികം ഗാലക്സികൾ ഒരുമിച്ച് നിൽക്കുന്ന ലാനിയേക്കി സൂപ്പർ ക്ലസ്റ്ററാണ് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ വസ്തു. മേൽവിലാസത്തിലെ വരികൾ ഇനി ഒരു ഘട്ടം കൂടിയേ നമുക്ക് നീട്ടാൻ കഴിയും. അത് പ്രപഞ്ചം എന്ന ആ അവസാന വരിയിലേക്കാണ്. പ്രപഞ്ചത്തെ ഇംഗ്ലീഷിൽ യൂണിവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. യൂണി എന്നത് ഒന്നിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. നമുക്കറിയാവുന്ന എല്ലാത്തിനെയും ചേർത്ത് ഒരുമിച്ച് വിളിക്കാവുന്ന ഒരു വാക്ക്, അതാണ് പ്രപഞ്ചം. നമുക്കറിയാവുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ചത്തിന് വെളിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രപഞ്ചമാകില്ല. നമുക്കറിയാവുന്ന എല്ലാം ചേർന്നതാണ് പ്രപഞ്ചം. അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് 1380 കോടി വർഷങ്ങളോളം പഴക്കമുണ്ട് എന്നാണ്. അത് ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്നു. അതുണ്ടായ കാലം മുതലേ അത് വികസിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു. മാത്രമല്ല, പ്രപഞ്ച വികാസത്തിൻ്റെ നിരക്ക് കൂടിക്കൊണ്ടുമിരിക്കുന്നു. ഇത്രയും വലിയ ഒരു പ്രപഞ്ചത്തിൽ ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ സ്ഥാനമോ, അത്രയും വലിയ ഭൂമി എന്ന ഗ്രഹത്തിൽ മനുഷ്യൻ എന്ന ജീവിവർഗത്തിൻ്റെ സ്ഥാനമോ എത്ര നിസ്സാരമാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മൾ വിനയാന്വിതരായി പോകേണ്ടതാണ്. നമ്മുടെ പഴമക്കാർ പലപ്പോഴും വിനയത്തിന് വേണ്ടി തറയിൽ നോക്കി നടക്കാൻ ഉപദേശിക്കാറുണ്ട്. പക്ഷേ ശാസ്ത്രം മുമ്പോട്ട് വെക്കുന്ന ഇന്നത്തെ പ്രപഞ്ച ചിത്രം നോക്കിയാൽ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി അതിനെ പറയാൻ കഴിയും. മുകളിലേക്ക് നോക്കിയാൽ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന് കാണാൻ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വിനയാന്വിതരാകുകയുള്ളൂ. ഇതാണ് പ്രപഞ്ചത്തിലെ മനുഷ്യൻ്റെ ഇന്നത്തെ മേൽവിലാസം.